21 ways of using coconut oil, episode number 1, oil pulling. സോ എന്താണ് ഓയിൽ പുള്ളിംഗ്? ഓയിൽ പുള്ളിംഗ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ 3000 വർഷങ്ങളായി ഫോളോ ചെയ്തു വരുന്ന ഒരു ഓറൽ ഹൈജീൻ ടെക്നിക്കാണ്. നമ്മുടെ വായ്ക്കും മോണകൾക്കും നാവിനും പല്ലിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു റുട്ടീൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി എങ്ങനെയാണ് നമുക്ക് ഓയിൽ പുള്ളിംഗ് ചെയ്യാൻ പറ്റുക? നമ്മൾ ആദ്യമായിട്ട് 1-1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് നമ്മൾ വായിൽ സ്വിഷ് ചെയ്യണം. സ്വിഷ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ കോക്കനട്ട് ഓയിൽ എൻറ്റയർ മൗത്തിലൂടെ ഓടിക്കണം. നമ്മുടെ വായയുടെ എല്ലാ ഭാഗത്തിലേക്കും ആക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുൽക്കുഴിയ എന്ന് പറയും. അങ്ങനെ 10-15 മിനിറ്റോളം നമ്മൾ സ്വിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അത് നമ്മൾ തുപ്പിക്കളയണം. അതിനെയാണ് നമ്മൾ ഓയിൽ പുള്ളിംഗ് എന്ന് പറയുക. സോ എങ്ങനെയാണ് ഓയിൽ പുള്ളിംഗ് വർക്ക് ചെയ്യാന്ന്? നമ്മുടെ വായിലത്തെ ചില ബാക്ടീരിയാസ്, ചില ടോക്സിൻസ്, പിന്നെ ചില സ്റ്റെയിൻസ് ആയിക്കോട്ടെ, പ്ലേക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഓയിലാവും കൂടുതൽ മിക്സ് ആവുക വെള്ളത്തിനെക്കാട്ടിലും. ആൻഡ് ഇത് ബാക്ടീരിയാസിനെയാണ് ഓയിൽ പുള്ളിംഗ് വഴി നമ്മൾ പുറത്തേക്ക് കളയുന്നത്. നമ്മൾ വായിലൂടെ ആ ഓയിൽ സ്വിഷ് ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയാസ് ഇതായിട്ട് മിക്സ് ആവും. നമ്മൾ തുപ്പിക്കളയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒപ്പം പോവുകയും ചെയ്യും. അതാണ് ഓയിൽ പുള്ളിങ്ങിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറി. സോ ഏത് ഓയിലാണ് ഓയിൽ പുള്ളിങ്ങിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്? അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ ആണ്. മലയാളത്തിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറയും. കാരണം അതിൽ ആണ് ആന്റി ബാക്ടീരിയലും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കുറച്ചും കൂടി കൂടിയിട്ടുള്ളത്. ആന്റി ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാസിനെ എതിർക്കുന്നതും, ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ നീര് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ദേഹത്തിന്റെ പല ഭാഗത്തും ചെറിയ തോതിൽ നീരുകൾ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ എതിർക്കുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടുതലുള്ളത് കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ഓയിൽ പുള്ളിങ്ങിന് കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിൽ ആണ് നല്ലതെന്ന്. ഓയിൽ പുള്ളിങ് ചെയ്യുന്നതോടെ നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ആദ്യത്തെ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് നമ്മളുടെ മോണകൾ, നമ്മുടെ ഗംസ് കുറച്ചും കൂടിയും ഹെൽത്തിയർ ആവും. മീൻസ് ആ ഒരു പിങ്കിനെസ് ഷെയ്ഡ് കുറച്ചും കൂടി കൂടും, കുറച്ചുകൂടി ഹെൽത്തിയർ ആവും നമ്മുടെ മോണകൾ. രണ്ടാമത് നമ്മളുടെ വായുടെ ഒരു മണം, ലൈക്ക് നമ്മുടെ വായനാറ്റം എന്നൊക്കെ പറയില്ലേ, അത് വളരെ കുറയും. ലൈക്ക് മീൻസ് കംപ്ലീറ്റ്ലി റിമൂവ് ആവുന്ന ഒരു ടെക്നിക്കാണ് ഓയിൽ പുള്ളിങ്. മൂന്നാമതായിട്ട് നമ്മളുടെ എൻറ്റയർ ഓവറോൾ ഓറൽ ഹെൽത്ത് വളരെ ഇമ്പ്രൂവ് ആവും. ലൈക്ക് നമ്മൾ ഇതൊരു കുറച്ച് കാലം ചെയ്യുകയാണെങ്കിൽ, ഒരു 90 ഡേയ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻറ്റയർ ഓറൽ ഹെൽത്ത് വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് നമുക്ക് തോന്നാം. വേറെ ഉള്ള ഒരു സംശയം, ഓയിൽ പുള്ളിങ് ചെയ്യുമ്പോൾ നമ്മളുടെ പല്ല് വൈറ്റൺ ആവുമെന്ന്. പല്ല് ആ പ്ലേക്സും മഞ്ഞ നിറമൊക്കെ കളയാൻ പറ്റുമോ ഓയിൽ പുള്ളിങ് വഴി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ നമുക്കൊരു കോൺക്രീറ്റ് എവിഡൻസ് ഇല്ല അങ്ങനെ ഓയിൽ പുള്ളിങ്ങിന് ചെയ്യാൻ പറ്റുന്നത്. ചില റിസർച്ച് പേപ്പേഴ്സ് പറയുന്നുണ്ട് ചെയ്യുന്നു, ചിലത് പറയുന്നു ചെയ്യുന്നില്ല എന്ന്. സോ അത് കാരണം നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. ബട്ട് ഓവറോൾ ഓറൽ ഹൈജീൻ, പല്ലിന്റെ കളർ അല്ലാതെ ഓവറോൾ ഓറൽ ഹൈജീൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വേറൊരു പ്രധാന സംശയം, ഓയിൽ പുള്ളിങ് വഴി നമുക്ക് കാവിറ്റീസിനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന്. കാവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴുപ്പല്ല്, പിന്നെ പല്ലിന്റെ മേലത്തെ ഒരു കറുത്ത നിറം, അല്ലെങ്കിൽ പല്ലിൽ തോട്ട എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാവിറ്റീസിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി എക്സിസ്റ്റിംഗ് അല്ലാതെ ഇനി വരാൻ സാധ്യതയുള്ള കാവിറ്റീസിനൊക്കെ നമുക്ക് തടയാൻ പറ്റും. കാരണം ഓയിൽ പുള്ളിങ് വഴി ഈ കാവിറ്റീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയാസും മൈക്രോബ്സിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഓയിൽ പുള്ളിങ് വഴി. ഇനി വേറൊരു പ്രധാന സംശയം, എപ്പോഴാണ് ഓയിൽ പുള്ളിങ് ചെയ്യേണ്ടതെന്ന്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആയി തോന്നിയത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, പല്ല് തേക്കണേക്കാട്ടിന് മുമ്പ് നമ്മളൊരു 10 മിനിറ്റ് ഓയിൽ പുള്ളിങ് ചെയ്ത ശേഷം പല്ല് തേക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ഒരു എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പൊ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഓയിൽ പുള്ളിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം 10-15 മിനിറ്റ് വരെ ഓയിൽ വായിൽ സ്വിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ 1-2 മിനിറ്റ് വെച്ച് തുടങ്ങിയിട്ട് ക്രമേണ നമുക്കതൊരു 10-15 മിനിറ്റ് ആക്കാം. ചില ആൾക്കാർക്ക് ഓയിൽ പുള്ളിങ്ങിന്റെ, കോക്കനട്ട് ഓയിലിന്റെ ഒരു സ്വാദ് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ വായിൽ സ്വാദ് ഉണ്ടാവില്ല വെളിച്ചെണ്ണയുടെ, ആ സ്വാദ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിലേക്ക് ഒരു ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക. ഈ എസെൻഷ്യൽ ഓയിൽ നമുക്ക് വേണമെങ്കിൽ പെപ്പർമിന്റ് ഓയിൽ ആവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പെപ്പർ ഓയിൽ ആവാം, എന്തെങ്കിലും ഒരു വേറൊരു ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് കുറച്ചും കൂടിയും ആക്സെപ്റ്റബിൾ ആവും നമ്മുടെ വായ, അല്ലെ? വെളിച്ചെണ്ണയെക്കാളും കുറച്ചും കൂടിയും ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നമ്മുടെ വായിക്ക് വലിയൊരു ഇറിറ്റേഷൻ വരില്ല. വേറൊരു ചോദ്യം, കോക്കനട്ട് ഓയിൽ പുള്ളിങ് സേഫ് ആണോ എന്ന്. കോക്കനട്ട് ഓയിൽ പുള്ളിങ് സേഫ് ആണ്, കാരണം ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കോക്കനട്ട് ഓയിൽ ഹാംഫുള്ളും നല്ല ബോഡിക്ക്. ഇനി നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിനോട് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അല്ലാത്ത പക്ഷം കോക്കനട്ട് ഓയിൽ പുള്ളിങ് വളരെ സേഫ് ആണ്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കോക്കനട്ട് ഓയിൽ
ഇറക്കാതെ നോക്കുക. ഇപ്പൊ നമ്മൾ സ്വിഷ് ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഇറക്കാതെ നോക്കുക, തുപ്പിക്കളയാൻ മാക്സിമം ശ്രമിക്കുക.